2 മിനിറ്റ് കഴിയുമ്പോൾ വീഡിയോ ആരംഭിക്കും. അതുവരെ വോയിസ് മാത്രമായിരിക്കും. മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷകൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദ ശൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. കായംകുളം ശ്രീരാമകൃഷ്ണ മഠത്തിൽ നടത്തിയ സത്സംഗത്തിൻ്റെ വീഡിയോയുടെ 2ാം ഭാഗമാണിത്. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ 3 ഭക്തന്മാരെയാണ് അവരുടെ അന്ത്യകാലത്ത് നേരിട്ട് വന്ന് സ്വീകരിച്ചത്, ആത്മാക്കളെ സ്വീകരിച്ചത്. ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം, മഹാസമാധിക്ക് ശേഷമാണ് ഈ 3 പേരുടെയും അന്ത്യമുണ്ടായത്. അങ്ങനെയാണ് ഭഗവാൻ അവർക്ക് കൊടുത്ത വാക്കനുസരിച്ച് അന്ത്യകാലത്ത് അവരുടെ അടുത്തേക്ക്, അവരുടെ അവസാന നിമിഷത്തിൽ ജീവൻ വെടിയുന്ന ആ സന്ദർഭത്തിൽ അവരുടെ അടുത്തേക്ക് വന്നത്. ഭഗവാൻ വരുമെന്ന് ഈ 3 പേർക്കും വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഭഗവാന്റെ വരവിനെ പ്രതീക്ഷിച്ച് തന്നെയാണ് അവർ അന്ത്യകാലം അവസാന ശ്വാസം നിലയ്ക്കുന്നതിനു മുമ്പ് അവർ ഭഗവാനെ കാത്ത് കിടന്നത്. അതിൽ റസിക് എന്ന് പറയുന്ന ഭക്തൻ്റെയും അതേപോലെ തന്നെ ഹസ്ര മഹാശയൻ്റെ, പ്രതാപ് ചന്ദ്ര ഹസ്ര, ഈ 2 പേരുടെയും കഥ തൊട്ടു മുമ്പ് ഉള്ള ഈ വീഡിയോയുടെ 1ാം ഭാഗത്തിൽ പറഞ്ഞതാണ്. ഈ വീഡിയോയിൽ പറയുന്നത് 3ാമത്തെ ആൾ ബൽറാം ബസുവിൻ്റേതാണ്. ബൽറാം ബസുവും ഇതേപോലെ അവസാന കാലത്ത് ഭഗവാൻ വരുന്നതും പ്രതീക്ഷിച്ച് കാത്ത് തൻ്റെ മരണശയ്യയിൽ കിടന്ന സന്ദർഭമാണത്. ആ സന്ദർഭത്തെ നമുക്കിനി കേൾക്കാം. മറ്റയാൾ ഭഗവാനെ കാണാനായിട്ട് നിവൃത്തിയില്ലാത്തൊരു ജന്മം എന്നാണ്. ഇനി 3ാമത്തെ ആളാണ് ബൽറാം ബസുവാണ് ഭഗവാൻ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോയ 3ാമത്തെ ഗൃഹസ്ഥാശ്രമം. അത് ബൽറാം ബസുവിനെ സംബന്ധിച്ച് അതിസമ്പന്നനായി ജനിച്ച അതിസമ്പന്നൻ, അച്ഛൻ അതിസമ്പന്നനായി. പക്ഷെ അദ്ദേഹത്തിന് ഈ ഭൗതികമായ ഉള്ളിൽ അച്ഛൻ താല്പര്യമില്ലാത്തത് അദ്ദേഹം വൃന്ദാവനിൽ ഒരു വലിയ ബംഗ്ലാവുകളിൽ അവിടെ താമസിക്കുന്നു. ബൽറാം ബസുവിന്റെ അച്ഛൻ ബൽറാം ബസുവിന് പുരിയിലാണ് കെട്ടിടമുണ്ട്, വലിയ ബംഗ്ലാവുണ്ട്. പുരിയില കുടുംബ വീടൊക്കെ പുരിയില, ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലവും ഒരുപാട് എസ്റ്റേറ്റ് മറ്റ് സംവിധാനങ്ങളൊക്കെ അതിസമ്പന്നം. പക്ഷെ ബൽറാം ബസുവിന് ഇതിൽ താല്പര്യം. ബൽറാം ബസു പുരിയിൽ വരുന്ന സന്യാസിമാരെ സേവിക്കാനാണ് സമയം വേണ്ടത്. അവസാനം ഈ കാണാതെ സ്വത്ത് മുഴുവൻ ബൽറാം ബസുവിന്റെ അച്ഛന്റെ അനുജന്റെ മക്കളാണ് നോക്കുന്നത്. അവർ വിചാരിച്ച് ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ കാര്യങ്ങളൊക്കെ ഇടപെടുത്തണമല്ലോ ബൽറാം ബസുവിന്. അതിന് അവർ ചെയ്തിട്ട് സാധാരണ പണ്ടുകാലം നമ്മൾ ഇവനെ കല്യാണം കഴിപ്പിച്ചേക്കണം. അതാണ് ഏറ്റവും നല്ല ഭാഗം. ഒരുത്തൻ വഴി കഴിച്ചു പോയാൽ, ഏതെങ്കിലും ഒരാൾ വഴിപഴിച്ചു പോയാൽ നമ്മൾ പൊതുവെ പറഞ്ഞ അവനെ കുറിച്ച് കല്യാണം കഴിപ്പിച്ചേക്കണം. അങ്ങനെയാണ് ഭാര്യകളാണ് ചോദിക്കുന്നത്. അതാണ് ഈ വഴിപഴിച്ചവരെ കല്യാണം കഴിപ്പിക്കാതെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇത് തന്നെയാണ് ബൽറാം ബസുവിന്റെ അച്ഛനൊക്കെ അമ്മയും സഹോദരനും ഒക്കെ പറഞ്ഞു ഇവനെ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ചു. ബൽറാം ബസു കല്യാണം കഴിക്കുന്നത് പ്രേമാനന്ദ സ്വാമികളുടെ ചേച്ചിയെ, അങ്ങനെ ബന്ധുക്കളും പ്രേമാനന്ദ സ്വാമികളുടെ ചേച്ചിയുടെ കല്യാണം കഴിച്ചു. അപ്പൊ ബൽറാം ബസു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഇവന് ഒരു ഉത്തരവാദിത്വം കൊടുക്കണമെങ്കിൽ കുടുംബ വീട്ടിൽ താമസിച്ചാലും ഉത്തരവാദിത്വം തരില്ല. ആൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ഒരിക്കലും സ്വന്തം വീട്ടിൽ നിർത്തരുത്. അതാണ് ശരിയായിട്ട് അവിടെ. അപ്പോ അവരെ കല്യാണം കഴിക്കുന്ന ഒരു ആൺകുട്ടിക്ക് നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളെ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ കല്യാണം കഴിക്കുന്നതിന്റെ അന്ന് നീ
കണ്ടീഷൻ. അപ്പൊ ഞാനത് ഈ ബലാബസിന്റെ കുടുംബക്കാരെയും ഇത് കണ്ട് പഠിച്ചത്. അല്ല, നമ്മുടെ വിദഗ്ധാശ്രമ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഈ വിദഗ്ധാശ്രമങ്ങളിൽ നിന്ന് പഠിക്കണം. അപ്പൊ ഏതായാലും കൽക്കട്ടയില് ഗംഭീരമായ ഒരു ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവ് പണിഞ്ഞിട്ട് അവിടെ ബലാബസിനെ താമസിച്ചു. ബലാബസിനെ താമസിച്ചിട്ട് ഭാര്യ അവിടെ താമസിച്ചു. ഗംഭീര ബംഗ്ലാവ്. ഇന്നും നമുക്ക് അവിടെ പോകാം. ബലാബസിന്റെ ആ ബംഗ്ലാവ് ഇന്നും നമുക്ക് അവിടെ പോകാൻ പറ്റും. ഗിരീഷ് ചന്ദ്ര ഘോഷിന്റെ വീടിന്റെ, ഗിരീഷ് ചന്ദ്ര ഘോഷിനെ അറിയാമല്ലോ, നാടക ഗിരീഷ് ചന്ദ്ര ഘോഷിന്റെ വീടിന്റെ നേരെ പിടിച്ചു. അതാണ് ബലാബസിന്റെ വലിയ കൊട്ടാരം. വലിയ കൊട്ടാരം, അതിഗംഭീരമാണ്. അവിടെയാണ് ബലാബസിന്റെ ഭാര്യ താമസം. പക്ഷെ ബലാബസ് കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം വീടും ഈ ഭാര്യ താമസിപ്പിച്ച് നേരെ വീട്ടിലേക്ക് അവിടെ പോയാ ശരിയെ വൃന്ദാവനത്തിലാണ്. പിന്നെ മകൻ അങ്ങനെയൊക്കെ പോകും. മകൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇയാൾ ഒരിക്കലും സന്യാസിമാരെ പോകുന്ന പ്രശ്നം. അങ്ങനെ ഇരുന്നപ്പോൾ വീട്ടുകാരെല്ലാവരും അതൊരു ആചാര്യം, എല്ലാ വീടുകളും വീടിന്റെ ഒരു ആചാര്യം. ഈ ആചാര്യനുമായിട്ട് ആലോചിച്ചു എങ്ങനെയാണ് ഇങ്ങനെ ശരിയാക്കുന്നത്. അപ്പൊ ആചാര്യൻ പറഞ്ഞു, ഞാൻ വഴി വിളിച്ചത്. അപ്പോഴേക്ക് കേശവചന്ദ്രസേനൻ പത്രങ്ങളിലെല്ലാം ശ്രീരാമചന്ദ്രനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട്, ഈ റിപ്പോർട്ടെല്ലാം കൂടെ എഴുതി ഈ ആചാര്യൻ ബനാറസ് കൊടുത്തിട്ട് പുലി കൊടുക്കും, കൊടുത്തിട്ട് വന്നിട്ട് വായിച്ചു, നീ ഇത്രയും പുലി വരാണ്, നിനക്ക് തൊട്ടടുത്ത് നിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ദക്ഷിണേശ്വരം ഇതുപോലൊരു സന്യാസി, അല്ല ഒരു മഹാപുരുഷൻ, അദ്ദേഹത്തെ പോയി കണ്ടാണ്. അങ്ങനെ ബംഗാളൂസ് തിരിച്ച് വീട്ടിൽ വന്ന് അപ്പൊ ഭാര്യയ്ക്ക് സന്തോഷം, ഏതായാലും പോയാൽ തിരിച്ചു വന്നു. അപ്പൊ അങ്ങനത്തെ സന്യാസി വേണം കൂടെ, അല്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഏതായാലും തൽക്കാലം ഒരാളാക്കി നേരെ ദക്ഷിണേശ്വരത്തേക്ക് വെച്ചു. നേരെ വണ്ടിയിൽ വന്ന് ഇറങ്ങി ദക്ഷിണേശ്വരത്ത് വന്ന് ഇറങ്ങിയപ്പോ നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത്? നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീയാണ് നോക്കുന്നത് എന്നും പറഞ്ഞു. ഭഗവാനോട് പറയാൻ കാരണം ഈ ഭഗവാന്റെ ആ ഗൃഹസ്ഥാശ്രമം ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ വരുന്നതിന് തൊട്ടു മുമ്പ്, അതായത് 56 മുതൽ 1756 മുതൽ ഏകദേശം 75 ഉള്ളിൽ 75 വരെ, 56 മുതൽ 75 വരെയുള്ള ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 10-12 വർഷം ദക്ഷിണേശ്വരത്ത് പൂജാരിയായി അല്ലെങ്കിൽ ദക്ഷിണേശ്വരത്ത് താമസിച്ചിരുന്ന കാലം ഏതാണ്ട് അത്രയും കാലം. ഇങ്ങോട്ട് ഏതാണ്ട് 1875 ആയപ്പോഴേക്കുമാണ് ഭഗവാൻ ദക്ഷിണേശ്വര ക്ഷേത്രത്തിന്റെ ആ മട്ടുപ്പാട് കയറിൽ നിന്ന് കൈയൊക്കെ നീട്ടി വിളിച്ച്, എവിടെയും നിങ്ങൾ വരുമെന്ന് എല്ലാവരെയും വിളിക്കുന്നത്. ആകാശത്തേക്ക് കൈ നീട്ടിക്കൊണ്ട് ഭഗവാൻ എന്റെ കൂടെ വരാനുള്ള എവിടെയും വരുമെന്ന് വിളിച്ചതാണെന്ന്. അതുകൊണ്ട് ഭഗവാൻ അറിയാം ആരൊക്കെയാണ് വരാനിരിക്കുന്നതെന്ന് ഭഗവാൻ മുൻകൂട്ടി അറിയാം. അതാണ് ആദ്യം ബലരാമസ് വന്നപ്പോൾ നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അത് പറയാൻ കാരണം 14-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ബംഗാളിൽ ഉണ്ടായിരുന്ന ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തൊട്ട് മുമ്പുള്ള അവതാരമാണ്. വിഷ്ണുവിന്റെ തൊട്ട് മുമ്പുള്ള ശ്രീരാമചന്ദ്രന്റെ ജനനത്തിൽ തൊട്ട് ഭഗവാൻ 18-ലാണ് ജനനം. 1736. ഇത് 1532-ലാണ് ചൈതന്യ മഹാപ്രഭു. 1532 മുതൽ 1516 വരെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. പിന്നെ 200 വർഷം കഴിഞ്ഞിട്ടാണ് ശ്രീരാമചന്ദ്രൻ ജനിക്കുന്നത്. പക്ഷെ ശ്രീരാമചന്ദ്രന് മുമ്പ് ബംഗാളിൽ ഉണ്ടായ ഒരു അവതാര പുരുഷൻ എന്ന നിലയ്ക്ക് ചൈതന്യ മഹാപ്രഭുവിന് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഒരിടത്ത് ഇരിക്കുകയല്ല, ഇങ്ങനെ ഭജന പാടിക്കൊണ്ട് റോഡ് നീളം നടക്കുന്നതായിരിക്കും. അങ്ങനെ ഭജന പാടിക്കൊണ്ട് വഴിനീളെ നടക്കുന്ന അത് നവദ്വീപ്, ബംഗാളിലെ മറ്റൊരു സ്ഥലമായ നവദ്വീപ് വേറൊരു ഡിസ്ട്രിക്റ്റാണത്. ഇപ്പോൾ നോയിഡ ഡിസ്ട്രിക്റ്റ് എന്നാണ് ഇപ്പം ആ സ്ഥലം അറിയപ്പെടുന്നത്. മുൻപ് നവദ്വീപ് എന്നായിരുന്നു. ഇപ്പോഴും അവിടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ക്ഷേത്രവും മറ്റും ഉണ്ട്. ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അത് ഭംഗിയായി അവിടെ പരിപാലിച്ചു വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭജന സംഘത്തിൽ
ബൽറാം ബസു ഉണ്ടായിരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നുണ്ട്. നിന്നെ ഞാൻ ആ ഭജന സംഘത്തിൽ കണ്ടു എന്ന്, കണ്ട പോലെ തോന്നുന്നു അല്ലെങ്കിൽ കണ്ടു എന്ന് ഒരു പരാമർശം ഭഗവാൻ നടത്തുന്നുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭഗവാനെ തേടി വരുന്ന പലരും കഴിഞ്ഞ അവതാരകാലത്തും ഉണ്ടായിരുന്നവരാണ്. അവർ വീണ്ടും ജന്മമെടുത്ത് ഭഗവാന്റെ സേവയ്ക്കായി ഭഗവാന് അടുത്തേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ആ പ്രത്യേകത. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഭജന സംഘത്തിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ബലറാം ബസുവിൻ്റെ അവസാന കാലത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ, ആ കൽക്കട്ടയിലെ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ, ആ കൊട്ടാര സമാനമായ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ മട്ടുപ്പാവിനോട് ചേർന്നുള്ള ഒരു മുറിയിലാണ് തൻ്റെ അന്ത്യനിമിഷം അദ്ദേഹം മരണശയ്യയിൽ കിടക്കുന്നത്. ആ മുറിയിൽ വെച്ചാണ്. അവിടേക്കാണ് ഭഗവാൻ വരുന്നത്. അതാണ് ഇനി വിവരിക്കുന്നത്. അവസാന കാലമായപ്പോൾ അദ്ദേഹത്തിന് മുകളിലത്തെ മുറിയിൽ ഒരു രണ്ടിലൊരു മട്ടുപ്പാനുള്ള ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് മേഘങ്ങളെല്ലാം ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി, അതെല്ലാം ഒരു രഥത്തിന്റെ രൂപം കൊള്ളുകയും ആ കാർമേഘങ്ങൾ കൊണ്ട് മൂടിയ ഒരു രഥം ഈ മട്ടുപ്പാൽ നിലനിൽക്കുകയും അതിൽ നിന്ന് ശ്രീരാമകൃഷ്ണൻ രണ്ടാം വർഷത്തെ സ്വീകരിച്ചു. അങ്ങനെയാണ് മൂന്നാമത്തെ വ്യക്തിയെ ഭഗവാൻ നേരിട്ട് സ്വീകരിച്ചു. അന്ത്യകാലം ഇങ്ങനെ 3 പേർക്കാണ് ഉടലോടെ സ്വർഗമെന്ന് പറയുന്നത്. മുൻകാലത്തേക്ക് കൊണ്ടുപോയത് അങ്ങനെ ഉടലോടെ സ്വർഗം എന്നവർ പറയുന്ന ഒരു സാഹചര്യം. അത് ശരീരത്തോടുകൂടി നടന്നുപോയുള്ളതല്ല. ആ ആത്മാവിനെ സ്വയം ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെ 3 പേർക്ക് 3 ഗ്രഹത്താശികൾ നടന്നു. അവരുടെ ജീവത്യാഗത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോഴാണ് നമ്മൾ ഗ്രന്ഥാശ്രമിയുടെ ജീവത്യാഗം എത്രത്തോളമാണ് ഫലപ്രദമാകുന്ന ഭഗവാനെല്ലാം ആഗ്രഹിക്കുന്നത്. ഇതാണ് ഓരോരുത്തരെ എടുത്താൽ ഏകദേശം 10-33 പേരുടെ കഥയാണ് ഐഡന്റിറ്റി ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എപ്പോഴും വന്ന് കാണാൻ പോയി കാണാൻ രേഖപ്പെടുത്തപ്പെട്ടു. 31 പേരെ എങ്ങനെയൊക്കെയോ രേഖപ്പെടുത്തപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ അത് ഒരു നല്ല ശതമാനം പേരെ ഫോട്ടോഗ്രാഫിൽ കിട്ടി. ബാക്കി എത്രയോ പേര് ചിലപ്പോൾ അറിയാതെ കിട്ടും. പക്ഷേ ഈ ബൃഹത്താശ്രമ ഭക്തന്മാർ ഇവരുടെ ജീവിതത്തിൽ നിന്നാണ് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ സേവിക്കുന്നത്. എന്തായാലും നമ്മുടെ മുഴുവനും ഭഗവാൻ കൊടുത്തുകൊണ്ടാണ് സേവിക്കുന്നത്. മുഴുവൻ ഒന്നും എടുക്കാനില്ല, മുഴുവൻ ഭഗവാൻ കൊടുത്താണ് അത് സേവിക്കുന്നത്. അവരുടേതായ ഒന്നും സ്വീകരിക്കുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞത് 50% ഈശ്വരനോട്, 50% കുടുംബത്തിനോട് നീ ഒന്നും തൊടാനേ പാടില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ സാഹചര്യത്തിൽ നിന്നാണ് കേരളത്തിലേക്ക് ആ പ്രസ്ഥാനം നടക്കുന്നത്. നമ്മൾ മലയാളികൾ കേരളത്തിലുള്ളവർ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഭരണ. 1910 മുതൽ തിരുവനന്തപുരത്തും ഹരിപ്പാട്ടും തിരുവല്ലയിലും മറ്റും ശ്രീരാമകൃഷ്ണ സംഘങ്ങൾ രൂപീകൃതമായെങ്കിലും ആദ്യമായി ശ്രീരാമകൃഷ്ണ ജന്മോത്സവം ആഘോഷിക്കാൻ കേരളത്തിൽ തീരുമാനിക്കുന്നത് ഹരിപ്പാട്ടുകാരാണ്. അങ്ങനെ 1911 ഹരിപ്പാട്ട് നടന്ന ശ്രീരാമകൃഷ്ണ ജന്മോത്സവത്തിൽ പങ്കെടുക്കാൻ നിർമ്മലാനന്ദ സ്വാമിയെ ഹരിപ്പാട്ടുകാർ ക്ഷണിക്കുന്നതും അങ്ങനെ നിർമ്മലാനന്ദ സ്വാമി ആദ്യമായി 1911 ഹരിപ്പാട്ട് എത്തിച്ചേരുന്നതും. അന്ന് മുതലാണ് കേരളത്തിലെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അതിനുശേഷം ഹരിപ്പാട്ടും തിരുവല്ലയിലും തറക്കല്ലിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആശ്രമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള തറക്കല്ലിടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി. 1912 തിരുവനന്തപുരത്തുകാർ അങ്ങനെ ഹരിപ്പാട്ടുകാരെ നിർമ്മലാസ്വാമി വിളിച്ചുകൊണ്ട് ആഗമനം നടത്തിയെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്തിലെ ഒട്ടും മോശക്കാരനാകുന്നത് അവിടെ നടത്തും ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞ് 1912 അടുത്ത വർഷം നിർമ്മലാസ്വാമി വീണ്ടും വിളിച്ചു. ഇതറിഞ്ഞപ്പോ ഹരിപ്പാട്ടുകാരുണ്ടായി. ഹരിപ്പാട്ട് അങ്ങനെ ഞങ്ങൾ തോന്നിക്കാറില്ല, അങ്ങനെയാണ് ഞങ്ങൾ
പക്ഷെ തിരുവല്ലക്കാരൻ ഞങ്ങൾ എന്റെ നാട്ടിൽ തിരുവല്ലക്കാരൻ ഞങ്ങൾ ഇവരെക്കാളെല്ലാം ജില്ലക്കാരും പണ്ടേ ജില്ലക്കാരാണ്. ഞങ്ങൾക്ക് അവിടെ സ്ഥലവുമില്ല, വീട് വെക്കാനുള്ള സൗകര്യമില്ല, ആശ്രമം പണിയാനുള്ള സൗകര്യമില്ല, സാധനം ക്ഷണിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. പക്ഷെ ഒരു ജീവിതം തിരുവല്ലയിൽ ഈ സമയത്ത് നേരെ അടച്ചു. എന്നിട്ട് സ്വാമികൾ പറഞ്ഞു, ഹരിപ്പാട് തറക്കല്ല് ഇടുകയാണെങ്കിൽ തിരുവല്ലയിലും തറക്കല്ലിടണം, സ്ഥലം റെഡിയാക്കിയിട്ടായിരുന്നു. അങ്ങനെ സംഭവിക്കില്ല, കള്ളം പറഞ്ഞ. ഇന്ന് തകരെ തിരിച്ചു വന്ന് തിരുവല്ലയിൽ ഇരിക്കുന്ന ആളുകളെല്ലാം പറഞ്ഞു, ഞാനിങ്ങനെ നിർമ്മലാശ്രമയുടെ അടുത്ത് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു, ഹരിപ്പാട് തറക്കല്ല് ഇടുകയാണെങ്കിൽ തിരുവല്ലയിൽ തറക്കല്ലിടണം, ഇവിടെ സ്ഥലം റെഡിയാക്കിയിട്ടുണ്ടെന്നു. അവിടെ ഇരുന്ന് തിരുവല്ലക്കാർ പറഞ്ഞു, അതിന് സ്ഥലം എവിടെ? ഈ തറക്കല്ലിടാൻ സ്ഥലം വേണം, സ്ഥലം എവിടെ? ഇപ്പൊ എനിക്കറിയില്ല, ഞാൻ ഹരിപ്പാട്ടുകാരെ പറ്റിട്ടാണ് നമുക്ക് തിരുവല്ലയിൽ പറ്റും. അടുത്തതിന്റെ ഒരു ഫംഗ്ഷൻ അത് ഞാൻ പറഞ്ഞ വളരെ അത് കാണാൻ രൂപ. അതുകൊണ്ട് ഞാൻ പോകും. അതുകൊണ്ട് അവിടെ തിരുവല്ലക്കാരെ ഓട്ടം തുടങ്ങുന്നു. ഞാനിന്റെ ഇവിടെ 1900 ഈ എന്റെ ഡേറ്റ് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതായത് 1912 അതിന്റെ പർട്ടിക്കുലർ ഡേറ്റ് ഇല്ല, ആശ്രമം വന്ന ഡേറ്റ് കാണിച്ചിരിക്കുന്നത്. അതെ, അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് തിരുവല്ലയിൽ അതിനൊരു ഓട്ടം പോകും. അന്ന് നീലകണ്ഠ ഭക്തൻ തുടങ്ങിയ ആളുകളാണ്. ഈ നീലകണ്ഠ ഭക്തനാണ് പുരുഷോത്തമാനന്ദ സ്വാമികളും അറിയപ്പെട്ടത്. ഇവരെല്ലാവരും ഓട്ടം പോകും തിരുവല്ലയിൽ. അങ്ങനെ അവിടുത്തെ ഒരു സാമൂഹികമായി പ്രസക്തിയുള്ള ഒരു പാലിയക്കര കൊട്ടാരത്തിലെ അവിടുത്തെ അന്നത്തെ രാമവർമ്മ തമ്പുരാനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭഗവാൻ നിർമ്മലാശ്രമം വരുന്നത് ഞങ്ങൾക്ക് അബദ്ധം വെച്ച് ഞങ്ങൾ അദ്ദേഹം താക്കലിടാൻ വിളിച്ചു. എവിടെയെങ്കിലും ഒരു സ്ഥലം കാണിച്ചാൽ ഞങ്ങൾ താക്കലിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു സ്ഥലം ഏതാണ്ട് 10 ഏക്കറോളം വരുന്ന ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. ഇവിടെ താക്കലിട്ടു, ഈ സ്ഥലം താക്കലിട്ടോ ഞാൻ അനുവദിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ഹരിപ്പാട് താക്കലിട്ടപ്പോൾ എല്ലാവരും ഞങ്ങൾ തിരുവല്ലക്കാർ വഴിയാണ് ഞങ്ങൾ അന്ന് വേണ്ട സ്വാമിയെ നേരെ വിളിച്ചുകൊണ്ട് തിരുവല്ലയിൽ വന്നു. ഒറ്റ വർഷം കൊണ്ട് ഹരിപ്പാട് ആശ്രമമുണ്ടായി, തിരുവല്ലയിൽ ആശ്രമം. 1912 നിർമ്മലാനന്ദ സ്വാമി തറക്കല്ലിടുകയും ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി 1913 പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്ത തിരുവല്ലയിലെ ശ്രീരാമകൃഷ്ണ ആശ്രമം ആണ് ഇത്. ഇതാണ് ശ്രീരാമകൃഷ്ണ ആശ്രമം, തിരുവല്ലയിലെ ആദ്യത്തെ ശ്രീരാമകൃഷ്ണ ആശ്രമം. ഹരിപ്പാട്ട് പ്രതിഷ്ഠാകർമ്മം നടത്തിയതിനോടൊപ്പം തന്നെ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ആശ്രമവും. പിന്നീടാണ് അത് ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ച ശേഷം ഏകദേശം 1926 ശേഷമാണ് ഇത് ഇന്ന് തിരുവല്ലയിൽ കാണുന്ന തുകലശ്ശേരി എന്ന സ്ഥലത്ത് പുനർനിർമ്മിക്കപ്പെട്ട പുതിയ ആശ്രമം ഉള്ളത്. അത് 1930 അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത്. ഇപ്പോൾ തുകലശ്ശേരിയിലുള്ള ആ ആശ്രമമാണ് തിരുവല്ല ആശ്രമം. ഈ ചിത്രത്തിൽ കാണുന്നത് 1913 നിർമ്മിച്ച ആദ്യത്തെ ആശ്രമത്തിൻ്റെ ആ പഴയ കെട്ടിടമാണ്. ആ വീട്ടിൽ അച്ഛൻ്റെ പേര് അച്ഛൻ ആ വീട്ടിലാണ് നിർമ്മലാശ്രമം നിർമ്മിച്ച ആ വീട്ടിലാണ് എനിക്ക് സന്ദർഭങ്ങളുള്ളൂ. അതുകൂടിയാണ് നിർമ്മലാനന്ദസ്വാമിയുടെ കഥ പറയുന്നത്. എല്ലാ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യം എന്തായാലും. അപ്പൊ ഈ തരത്തിൽ ഈ രണ്ടിടത്തും ആശ്രമം നിർമ്മിക്കപ്പെട്ടത് 1913. അപ്പോ 1913 ആശ്രമം പണിയുന്നതിന് മുമ്പ് 1912 തറക്കല്ലിട്ട് കാര്യം. ഈ 1912 തറക്കല്ലിടുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു. ഞാനത് പറയുന്നത് നമ്മളുടെ ഈ മൊത്തം ചരിത്രം അവബോധമുള്ള വഴിയാണെങ്കിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറെ കൂടെ നമുക്ക് ശ്രീരാമകൃഷ്ണ ഭക്തിയുടെ ഒരു ആഴം നമുക്ക് മനസ്സിലാക്കും. കാരണം ഈ 1912 13 അല്ലെങ്കിൽ ഈ പറഞ്ഞ സന്ദർഭങ്ങളിലോ എല്ലാം ഈ പറഞ്ഞ ആളുകൾ ഇതുപോലെ ആശ്രമങ്ങൾ നിർമ്മിക്കാനും ഇതിനു വേണ്ടി ശ്രമിക്കാനും നടത്തുന്നു. ഇവർക്ക് ആർക്കും ശ്രീരാമകൃഷ്ണദേവൻ ആരെന്നറിയാൻ വായിക്കാനും ലഘുലേഖ പോലും ഇല്ലാത്തത്, ആരാണെന്നറിയാൻ ഒരു മാർഗവും. ഇന്ന് നമുക്ക് അനേകം ഗ്രന്ഥങ്ങളുണ്ട്, ഭജനാമൃതം, ലീലാമൃതം. അന്നത്തെ കാലത്ത് ശ്രീരാമകൃഷ്ണ ദേവനെക്കുറിച്ചോ
അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ ദേവൻ്റെ ഉപദേശങ്ങളെ സംബന്ധിച്ചോ എല്ലാം പൂർണ്ണമായി അറിയാൻ, വായിച്ചു മനസ്സിലാക്കാൻ തക്ക പുസ്തകങ്ങളൊന്നും ഗ്രന്ഥങ്ങളൊന്നും മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. നോക്കൂ, ഇന്ന് നമുക്ക് അനേകം ഗ്രന്ഥങ്ങളുണ്ട്. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും എല്ലാം നമുക്കിന്ന് വായിച്ചു മനസ്സിലാക്കാനും ആ ജീവിതത്തെ പൂർണ്ണമായി അറിയാനും ആ കാലഘട്ടത്തെ പൂർണ്ണമായി അറിയാനും നമുക്കിന്ന് സാധ്യമാകുന്ന തരത്തിൽ അനേകം ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നുമില്ലാതിരുന്നൊരു കാലത്ത് ഇതേക്കുറിച്ചൊന്നും അറിയാതെ ഭഗവാന്റെ പേര് മാത്രം മനസ്സിൽ സ്മരിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെ അവർ നട്ടു വളർത്തി ഇത്രയും വലിയൊരു മഹാവൃക്ഷമായി മാറ്റി. നമ്മളെല്ലാം അതിൻ്റെ തണലിൽ ഇപ്പോൾ സുഖകരമായി തുടരുകയാണ്. അന്ന് അനുഭവിക്കേണ്ടി വന്ന ഒരു യാതന പോലും നമുക്ക് ഇന്ന് അല്പം പോലും വേണ്ട. നമ്മൾ പൂർവികരായ ആ സാധകരെ, ആ ശ്രീരാമകൃഷ്ണ ഭക്തരെ ഹൃദയപൂർവ്വം നമസ്കരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അന്ന് അവിടുന്ന് പുറപ്പെട്ട് ആലപ്പുഴയിൽ ഏറ്റവും, അതായത് ആലപ്പുഴയിൽ ഫെബ്രുവരി 1911 ഫെബ്രുവരി 16 നിർമ്മലാനന്ദ സ്വാമി എറണാകുളം എത്തുന്നത്. അവിടുന്ന് ബോട്ടിൽ ആലപ്പുഴയിൽ വരുന്നു. ആലപ്പുഴയിൽ ഷൺമുഖദാസ സ്കൂളിൽ അടുത്ത ദിവസം ഫെബ്രുവരി 17 ഒരു യോഗം നല്ല ഭഗവത്ഗീത പഠിച്ചു. ഭഗവാൻ കുട്ടികളെല്ലാം ഭഗവത്ഗീത എല്ലാം പഠിപ്പിച്ചു. അല്ല, നിർമ്മലാനന്ദ സ്വാമി ഭഗവത്ഗീത എല്ലാം പഠിപ്പിച്ചു. ആ 17-ാം തീയതി ഹരിപ്പാട്ടിലേക്ക് വരുന്നത്. ഹരിപ്പാട് ആശ്രമത്തിൽ അവിടുത്തെ ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടുന്ന് പിന്നീട് അവിടെ വന്ന സമയത്ത്, ഈ ഹരിപ്പാട് വന്ന സമയത്ത് തന്നെ അവിടുത്തെ ഈ സംഘത്തിന്റെ സെക്രട്ടറി, സൊസൈറ്റിയുടെ സെക്രട്ടറി സുബ്ബരാജൻ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ 1000 രൂപ സ്വാമി സംഭാവന. അപ്പോ സ്വാമി കൈ വെച്ചു, നമുക്ക് ആവശ്യമില്ല, ഇപ്പൊ തന്നെ ഈ കൈ വെക്കണം, സൂക്ഷിച്ചു വെച്ചു. ഈ സുബ്ബരാജന്റെ മക്കളില്ല, അതിന്റെ വീട്ടിലെ ദുഃഖം ഭഗവാനോട് നമ്മളങ്ങനെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തോട് പറയും. അതാണ് നമ്മുടെ മനുഷ്യന്റെ രീതിയാണ്. അങ്ങനെ പറയരുത് എന്നാണ് പറയുന്നത്. കാരണം എല്ലാം ഭഗവാനാണ്. പക്ഷെ എന്നാൽ നമ്മൾക്ക് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം, അല്ല ഒരു സമാധാനം വരും. അങ്ങനെ ശുഭരായ പ്രഭുരാൻ സ്വാമികൾ അതിന്റെ ഏറ്റവും വലിയ ദുഃഖം, എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 1000 രൂപ നമ്മൾ സംഭാവന കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചോളൂ. 1911 1000 രൂപയുടെ വില എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1 കോടി രൂപയുടെ മുകളിൽ വരുന്നത് ഒരു മൂല്യമാണ്. അത്രയും സംഭാവന കൊടുക്കണമെങ്കിൽ ആലോചിച്ചു. അസ്രമഹാശയ 2000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ലക്ഷ്യത്തിലിട്ടത്. അതൊരു 50 കൊല്ലം മുമ്പാണ് മാറ്റി. ഈ അത്രയും തുക സംഭാവന ചെയ്തപ്പോൾ ഈ ഒരു വിഷമം കൂടെ പറഞ്ഞപ്പോൾ സുബ്ബരാജൻ സ്വാമി പേടിക്കണം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകും. 3 ആൺമക്കളാണ് അദ്ദേഹത്തിന്. മൂത്താള് രാമകൃഷ്ണൻ. അത്രയും ഒരു അനുഗ്രഹമാണ് സുബ്ബരാജൻ. ഭഗവാൻ നിർമ്മലാനന്ദ സ്വാമി തിരിച്ച് ആ ആഘോഷം കഴിഞ്ഞ് ഹരിപ്പാടിന്റെ ആ വാർഷികാഘോഷം കഴിഞ്ഞ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ടാണ്, കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് തിരിച്ച് ബാംഗ്ലൂരിൽ പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സ്വാമിക്ക് മനസ്സിലായി, ഈ ഇരിക്കുന്നവർ സ്വാഭാവികമായിട്ട് എന്നെ നമസ്കരിക്കുമെന്ന് മനസ്സിലായി. അത് സ്വാഭാവികമായിട്ട് നമസ്കരിക്കും. അപ്പോൾ പെട്ടെന്ന് നിർമ്മലാനന്ദ സ്വാമി അവിടെ നിന്നവരോട് എല്ലാവരോടും, ഞാൻ കാണുന്നത് മുഴുവൻ ഭഗവാൻ ശ്രീരാമകൃഷ്ണനെയാണ്. അതുകൊണ്ട് എല്ലാവർക്കുമായിട്ട് സ്വാമി നേരെ ഒറ്റ നമസ്കാരം നമസ്കരിച്ചു. എല്ലാവരുടെ മുമ്പിൽ നമസ്കരിച്ച് ഓടി വരുന്ന സമയത്തിന് തൊട്ട് മുമ്പ് സ്വാമി വരുന്ന കിടക്കി ഒരു ഊട്ടി യാത്ര നടത്തുന്നു. നിർമ്മലാനന്ദ സ്വാമി ഊട്ടിക്ക് ഒരു യാത്ര. ഊട്ടിയിൽ യാത്ര പോകുന്ന സമയത്ത് മേട്ടുപ്പാളയം കഴിഞ്ഞിട്ടാണ് ഊട്ടി ആ ടോപ്പിലേക്ക് ചെല്ലുന്നത്. അപ്പൊ മേട്ടുപ്പാളയം സ്റ്റേഷനിൽ സ്വാമിയുടെ ലഗേജ് എവിടെയാണ് ലഗേജ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ട്രെയിനിൽ വെളിയിലെത്തി. ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ ആ സമയത്ത് വടകര കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ ഈ ട്രെയിനകത്തുണ്ടായി. അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോൾ
സന്യാസി പ്ലാറ്റ്ഫോമിലാണ് എന്തോ അദ്ദേഹത്തിന്റെ ലഗേജ് സംബന്ധിച്ച ചോദ്യം ആദ്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. സഹായിക്കാനാണ് കുഞ്ഞിരാമനാണ് ആരോഗ്യമാണ് അദ്ദേഹം കൂടെ ഇറങ്ങിയിട്ട് ഈ സ്വാമികളുടെ സഹായമൊക്കെ ചെയ്തു കൊടുത്തു. തിരിച്ചവർ ഒരുമിച്ച് ഊട്ടിക്ക് പോകുന്നു. ഊട്ടിയിൽ പേർക്കിൽ പിന്നീട് ആ പേർക്കിലാണ് നിത്യ കൈരടിയൊക്കെ താമസിക്കുന്ന പേർക്കിൽ എന്ന് പറയുന്ന അവിടെയാണ് നിർമ്മാണ താമസിക്കുന്നത്. അന്ന് ഈ കുഞ്ഞിരാമനാണ് അവിടെ ചെന്ന് കണ്ട് മലബാറിലെ കാര്യങ്ങൾ വടകരയിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ അതാണ് മലബാറിലേക്കുള്ള ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഈ വടകരയിൽ സ്വാമിജി നിർമ്മാണോത്സവം വരുമ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച് വടകരക്കാർക്കോ മലബാറുകാർക്കോ ഒരു പിടിയാക്കില്ല, ഒന്നും അറിയില്ല. ഈ കുഞ്ഞിരാമനും തന്റെ ബന്ധുക്കളാക്കിയ വക്കീൽമാർക്കറിയാം. അവരുടെ ഗുമസ്തന്മാരെ വെച്ച് ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ചുള്ള ഈ നിർമ്മലാസ്വാമിയിൽ നിന്ന് കേട്ട വിവരങ്ങൾ വെച്ച് ഇത് മുഴുവൻ കൈയെഴുത്തുണ്ടാക്കി, കാർബൺ കോപ്പി പോലെ കൈയെഴുത്തുണ്ടാക്കിയാണ് നാട്ടിൽ കൊണ്ടുവരുന്നത്. കാര്യം വരുന്ന ആരാണെന്ന് നാട്ടുകാരറിയുന്നു. കയ്യെഴുത്ത് പ്രതി എഴുതി, കടലാസം കയ്യെഴുത്ത് പ്രതി എഴുതിയാണ് നാട് മുഴുവൻ പ്രചരിപ്പിച്ചത്. കുഞ്ഞിരാമനാണ് മലബാറിലെ മുഴുവൻ പ്രവർത്തനം ചെയ്തത് വക്കീലന്മാർ. എല്ലായിടത്തും കൊയിലാണ്ടിയിലാണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും തലശ്ശേരിയിലാണെങ്കിലും എല്ലായിടത്തും ഈ വക്കീലന്മാരാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇദ്ദേഹം മലബാറിൽ വന്ന് ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ വടകരയിൽ വന്ന് ഇറങ്ങിയപ്പോഴേക്കും കോഴിക്കോട് നിന്നും തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ആളുകൾ വക്കീലന്മാരുൾപ്പെടെയുള്ളവരാണ്. അവരവിടെ വന്ന് സ്വാമിയെ വടകരയിൽ വന്ന് കാണാനുണ്ട്. അവരെല്ലാം സ്വീകരിച്ചുകൊണ്ട് തിരിച്ച് തലശ്ശേരിയിലേക്കും കൊയിലാണ്ടി ഭാഗത്തേക്കൊക്കെ പോയി അവരെല്ലാം സഞ്ചരിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ ഓടിച്ച് പറഞ്ഞിട്ട് ഇതോടെ പറഞ്ഞിട്ട് സംസാരിക്കും. തിരിച്ചു വന്നപ്പോൾ കോഴിക്കോട് വന്നപ്പോൾ അവിടുത്തെ പോലീസ് സൂപ്രണ്ട്, ആ പോലീസ് സൂപ്രണ്ടിന്റെ പേരുണ്ട് അവിടെ അറിയിക്കാനുള്ളതാണ്. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഈ രാജഗോപാലൻ തമ്പാൻ, കോഴിക്കോട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടാണ് രാജഗോപാലൻ തമ്പാൻ. ഈ തമ്പാനെ സ്വാമിയെ കാണുന്നത് വലിയാണ്. അങ്ങനെ തമ്പാൻ ആഗ്രഹിച്ച പ്രകാരം ഒരു പോലീസുകാരൻ സ്വാമിയോട് പറഞ്ഞു. അങ്ങനെ തമ്പാനെ കോഴിക്കോട് വെച്ച് നിർമ്മലാൻ കണ്ടുപിടിച്ചു. തമ്പാനെ വിളിപ്പിച്ചു, എന്റെ വീട് കൊല്ലംകോട്, അങ്ങ് കൊല്ലംകോട് എന്റെ കൂടെ വരണം, എന്റെ അമ്മയ്ക്ക് അമ്മയെ കാണണം. അങ്ങനെ ഈ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് രാജഗോപാലൻ തമ്പാൻ നിർമ്മലാൻ സ്വാമിയെ വിളിച്ചു. നേരെ കൊല്ലംകോട് വീട്ടിൽ പോയി ഈ അമ്മയെ കാണിച്ചു. ഇവിടെയാണ് നമ്മൾ ആദ്യം ഷൊർണൂരിലെ ഒരു ഭിക്ഷ കൊടുത്ത ഒരാളുടെ കഥോർമ്മ ഞാൻ തുടക്കത്തിൽ ഈ ഭിക്ഷ കൊടുത്ത ആളുടെ ഷൊർണൂരിൽ വിവേകാനന്ദ സ്വാമി ഇറങ്ങിയപ്പോൾ ആദ്യമായി ഭിക്ഷ കൊടുത്ത ആ വ്യക്തി ഇപ്പോൾ നിർമ്മലാനന്ദ സ്വാമി പോയി കണ്ട ആ മകൻ ഈ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ അമ്മ പറഞ്ഞത് അന്ന് ഞങ്ങൾക്ക് അറിയില്ല. അന്ന് ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു തേജസ്വിയായ സന്യാസിക്ക് ഞാൻ ഭിക്ഷ കൊടുത്ത കാര്യം എന്റെ ഭർത്താവ് പറഞ്ഞിരുന്നു, നിർവഹിച്ചു പോയി. പക്ഷെ ആരാണെന്ന് അറിയില്ല. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് അത് വിശ്വവിജയിയായ ചിക്കാഗോയിലെ പ്രസംഗം നടത്തി വിശ്വവിജയിയായ ശ്രീ വിവേകാനന്ദ സ്വാമി. ഇങ്ങനെയാണ് എനിക്ക് അന്ന് മുതൽ ആഗ്രഹമായിരുന്നു വിവേകാനന്ദ സ്വാമി കാണണം. എന്റെ ഭർത്താവാണ് ആദ്യമായി ഭിക്ഷ കൊടുത്തത്, എനിക്കൊന്ന് കാണണം. പക്ഷെ അപ്പോഴും സ്വാമി യാത്രയാക്കി കാണാൻ അവസരമുണ്ടായി. എങ്കിൽ ആ താഴ്വഴിയിൽ വരുന്ന ഒരു സന്യാസിയെ നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹം വരുന്നത്. അതാണ് രാജഗോപാലൻ തമ്പാൻ നിർമ്മലാനന്ദ സ്വാമിയെ കുറിച്ച് കൊല്ലംകോട് അമ്മയെ കാണിക്കുന്നത്. അങ്ങനെയാണ് നിർമ്മലാനന്ദ സ്വാമി അമ്മയെ പോയി കണ്ടത്. അങ്ങനെയാണ് അവിടെ കൊല്ലംകോട് രാജാവ് അവരുടെ സ്കൂള് സ്വാമിക്ക് വിട്ടുകൊടുക്കുകയും അത് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം ആ സ്കൂളിനെ മാറ്റുകയും ചെയ്തു. 1911 കേരളക്കരയിൽ ആദ്യമായി എത്തിയ സ്വാമി നിർമ്മലാനന്ദജി മഹാരാജ് പിന്നീട് 27 വർഷം നീണ്ടുനിന്ന ആധ്യാത്മിക പ്രയാണം മലയാള നാടിനെ മഹനീയമാക്കി. തൻ്റെ ജീവിതോപദേശം പൂർത്തിയായി എന്നും ഈ ലോകത്തിൽ നിന്നും വിരമിക്കാൻ സമയമായി എന്നും അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. ഈ ചിന്ത വാക്കുകളിൽ പ്രതിഫലിച്ചു. ഞാൻ പോവുകയാണ്. ഞാൻ പോയാൽ എൻ്റെ കുട്ടികളെ ആര് സംരക്ഷിക്കും? ഈ ആശ്രമങ്ങൾ ഞാൻ പോയാൽ എന്തു ചെയ്യണം എന്ന് നിങ്ങൾ ഓരോരുത്തരും കരുതുന്നത് എനിക്കറിയണം. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ
അവസാനത്തെ നാളുകളിലെ വാക്കുകൾ. ആയിരത്തി 1938 ഏപ്രിൽ 26 ഒറ്റപ്പാലത്തെ ആശ്രമത്തിൽ വച്ച് സ്വാമിജി കിടക്കുകയാണ്. മുഖത്ത് ശാന്തി നിറഞ്ഞു നിന്നു. നിർമ്മലം ഹൃദയം യസ്യ ഗുരോരാജ്ഞാനവർത്തനഃ നിർമ്മലാനന്ദപാദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കുട്ടികൾ ചൊല്ലിയ ഈ പ്രാർത്ഥന കഴിഞ്ഞതോടൊപ്പം സ്വാമിയുടെ അവസാനത്തെ ശ്വാസവും നിലച്ചു. ആയിരത്തി 1938 ഏപ്രിൽ 26 75-ാം വയസ്സിൽ സമാധിയടഞ്ഞ സ്വാമിജിയുടെ ജീവിതം മാനവ സേവയ്ക്കായി ഒഴിഞ്ഞുവെച്ചതായിരുന്നു. യുഗാവതാരനായ ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ 4 ശിഷ്യന്മാരെ ഈശ്വര കോടികൾ എന്ന് പറഞ്ഞിരുന്നു. അവർ ഭൂമിയിൽ വരുന്നത് അവതാരങ്ങളുടെ കൂടെയാണ്. മനുഷ്യരായി ജനിക്കുമെങ്കിലും അവർ ദേവതുല്യരാണ്. മാനവരാശിയുടെ നന്മയ്ക്കായി അവർ ദിവ്യപ്രേമം പൊഴിക്കുന്നു. കഴിഞ്ഞുപോയ കൽപ്പത്തിൽ ഋഷിയായിരുന്ന ഒരു വ്യക്തി മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ പരിമിതികൾ മറികടക്കുന്നത് ദുർലഭമാണ്. 1,00,000 പേരിൽ ഒരാൾ പൂർണ്ണത കൈവരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്ന 1,00,000 പേരിൽ ഒരാൾ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നു എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ദിവ്യാത്മാവായിരുന്നു നമ്മുടെ സ്വാമിജി. മനുഷ്യന് എത്രത്തോളം ഉയരങ്ങളിൽ എത്താമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തെളിയിക്കുന്നു. മനുഷ്യൻ ബ്രഹ്മത്തിൽ ലയിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.